ഇതാണ് ഹൈദരാബാദിലെ രണ്ടാമത്തെ വലിയ ഫ്ലൈ ഓവറായിട്ടുള്ള മൻമോഹൻ സിംഗ് ഫ്ലൈ ഓവർ. ഈ ഫ്ലൈ ഓവർ കടന്നു പോകുമ്പം നമുക്ക് ഹൈദരാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാഡമി കാണാൻ പറ്റും. ഹൈദരാബാദിൽ ആരാംഘർ തൊട്ട് നമ്മളിപ്പോൾ പോകുന്ന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ വരെയാണ് ഈ ഒരു ഫ്ലൈ ഓവറിൻ്റെ നീളം. നമ്മളിപ്പം പോകുന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു. ഇതാണ് ബഹദൂർപുരയിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ജവഹർലാൽ നെഹ്റു സുവോളജിക്കൽ പാർക്ക്. ഹൈദരാബാദിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ് നമ്മുടെ സൂ എന്ന് പറയുന്നത്. ഇവിടേക്ക് ഞങ്ങൾ വന്നത് ഏകദേശം ഒരു 11 മണി സമയത്തായിരുന്നു. സൂവിൻ്റെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് 8:30 മുതൽ 5 മണി വരെയാണ്. തിങ്കളാഴ്ച ദിവസങ്ങളിൽ സൂ അവധിയായിരിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ സൂവിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിലാദ്യത്തെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇവരുടെ വിശാലമായിട്ടുള്ള പാർക്കിംഗ് സ്പേസ് തന്നെയാണ്. ഇവർക്ക് 2 വശത്തായിട്ട് പാർക്കിംഗ് സ്പേസസ് ഉള്ളതുകൊണ്ട് തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റാത്തൊരു ഇഷ്യൂ ഇല്ല. അത് മാത്രമല്ല, ഇത് മെയിൻ റോഡിനോട് ചേർന്നിട്ട് തന്നെ ആയതുകൊണ്ട് ഇവിടെ ട്രാഫിക് ഇഷ്യൂസ് ഒന്നും വരാതെ ഇവിടെയുള്ള ഗാർഡ്സും പോലീസും ഒക്കെ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്ത് നേരെ പോയത് നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിലേക്കാണ്. വെക്കേഷൻ സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ മഴയൊക്കെ ആണെങ്കിൽ പോലും ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് ഇവരുടെ ടിക്കറ്റ് ചാർട്ട്. ഇതിൽ വന്നിട്ട് മുതിർന്നവർക്ക് 100 രൂപയും കുട്ടികൾക്ക് 50 രൂപയാണ് ടിക്കറ്റ്. പിന്നെ നമുക്ക് ഇഴജന്തുക്കളെ കാണാനും അതുപോലെ തന്നെ നോക്ടേൺസിനെ കാണാനും അങ്ങനെ മീനുകളെ കാണാനും ഒക്കെ സെപ്പറേറ്റ് ടിക്കറ്റ്സ് ആണ്. ടോയ് ട്രെയിനും അതുപോലെ തന്നെ ഇവിടുത്തെ ഇലക്ട്രിക് വെഹിക്കിൾ യൂസ് ചെയ്യാനൊക്കെ വേറെ ടിക്കറ്റ്സ് വേണം. ഞങ്ങൾക്ക് ഏകദേശം എല്ലാം കൂടെ 430 രൂപയായി. ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് ഇവരുടെ വെബ്സൈറ്റ് വഴിയാണ്. കാരണം ഇവിടുത്തെ തിരക്ക് കാരണം ക്യൂവിൽ നിന്ന് സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്തത്. ആ വെബ്സൈറ്റിൻ്റെ ലിങ്കും അതുപോലെ തന്നെ ടിക്കറ്റിൻ്റെ ചാർജസ് ഡീറ്റെയിൽസും ഒക്കെ താഴെ കൊടുക്കാം. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് പതുക്കെ സൂവിലേക്ക് നടന്നു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഒരു സൈക്ലിംഗ് ഫെസിലിറ്റി ഉണ്ട് എന്ന് അറിഞ്ഞത്. അപ്പം ഇതാണ് നമ്മുടെ സൈക്ലിംഗ് ഫെസിലിറ്റി. ഇത് സെപ്പറേറ്റ് ടിക്കറ്റ് അവിടെ തന്നെ എടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ഇതിന് നമുക്ക് ടിക്കറ്റ് കൗണ്ടറിലല്ല, ഇവിടെ കൊടുത്താൽ മതിയാവും. മണിക്കൂറിന് 150 രൂപയാണ് ചാർജ്, 500 രൂപ ഡെപ്പോസിറ്റും ഉണ്ട്. ഇതാണ് കേട്ടോ ഇവിടെ ഓടി നടക്കുന്ന ഇലക്ട്രിക് വെഹിക്കിളാണിത്. ഇവിടെ എന്തോ മെയിൻ്റനൻസ് വർക്കൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ പോയ ദിവസം ടോയ് ട്രെയിൻ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഏകദേശം 1000-ൽ പരം സ്പീഷീസിനെ ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. മൃഗങ്ങളും പക്ഷികളും ഇഴജന്തുക്കളും എല്ലാം കൂടെ കൂട്ടിയിട്ടാണ്. പലതരത്തിലുള്ള കുരങ്ങന്മാരെയും. ഇത് ഭാരതീയ വിദ്യാഭവൻ അഡോപ്റ്റ് ചെയ്ത കുരങ്ങനായിരുന്നു അത്. നമ്മുടെ നാട്ടിലെ സിംഹവാലൻ കുരങ്ങനെയൊക്കെ കാണാൻ പറ്റി. അതുപോലെ തന്നെ ഇവിടെ ഒരു വെള്ളക്കടുവ ഉണ്ടായിരുന്നു, മൂപ്പരെയും കണ്ടു. അങ്ങനെ ഞങ്ങൾ ബട്ടർഫ്ലൈ പാർക്കിൽ പോയി. ബട്ടർഫ്ലൈ പാർക്കിൽ നമുക്ക് പലതരത്തിലുള്ള പൂമ്പാറ്റകളെ കാണാൻ പറ്റിയിരുന്നു. അങ്ങനെ ബട്ടർഫ്ലൈ പാർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ചെന്നത് പക്ഷികളുടെ ഭാഗത്തേക്കാണ്. പലതരത്തിലുള്ള പക്ഷികളും ഉണ്ടായിരുന്നു. ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കൂട്ടിലും ഇവർ ജീവികളെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷികളെയൊക്കെ കണ്ടതിന് ശേഷം ആനകളെയും മാനുകളെയും അതുപോലെ തന്നെ എമ്മൂനെയും ഒക്കെ കാണാൻ പറ്റി. അതൊക്കെ കണ്ട് മുന്നോട്ട് നീങ്ങുമ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനെ അവിടെയായിട്ടുള്ള റെസ്റ്റ് റൂംസും അതുപോലെ തന്നെ അതിനോട് ചേർന്ന് തന്നെ ഇവരെന്തെങ്കിലും ഒരു സ്നാക്കിംഗ് പോയിൻറ്റും കുടിവെള്ളം ഡ്രിങ്കിങ് വാട്ടറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെയായിട്ട് ഇതുപോലത്തെ മാപ്സൊക്കെ കാണാൻ പറ്റും, അതായത് ഫുഡ് കോർട്ട് എവിടെയാണ് എന്നൊക്കെയുള്ളത്. പിന്നെ ഇവിടെ നടക്കുന്ന ഇലക്ട്രിക് വെഹിക്കിൾസ് അവിടെയായിട്ട് ഹോൾട്ട് പോയിൻറ്റ്സ് വെച്ചിട്ടുണ്ട്. അതായത് ആൾക്കാരെ ഇറക്കാനും കയറ്റാനും ഇതുപോലെ ടോയ്ലറ്റ് ഫെസിലിറ്റീസൊക്കെ യൂസ് ചെയ്യും, അങ്ങനെയൊക്കെ ആയിട്ട് ഹോൾട്ട് പോയിൻറ്റ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അപ്പം ഇത് ഒരു സ്നാക്കിംഗ് പോയിൻ്റാണ്. ഇതിനോട് ചേർന്ന് തന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റീസും എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഓക്കെ, ഫുഡൊന്നും കുഴപ്പമില്ല. ആൻഡ് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതിൽ അവർ വളരെ കെയർഫുള്ളാണ്. ഞങ്ങളൊരു വെജ് ഫ്രൈഡ് റൈസ് മേടിച്ചതിന് അതിന് 200 രൂപയായിരുന്നു ആയത്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് ഫ്രഷായി. ഏകദേശം ഈ സൂ ചുറ്റി കാണാൻ ഒരു 3-4 മണിക്കൂർ മിനിമം വേണം. എന്നിട്ട് അതൊക്കെ ചുറ്റി കണ്ടതിന് ശേഷം ഞങ്ങൾ വീണ്ടും മുതലകളുടെ അടുത്തേക്ക് പോയി. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ മുതലകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു സമയമായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടു. മുതലകളെയും ചീങ്കണ്ണികളെയും ഒക്കെ വേറെ ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് വളരെ പഴയ ഒരു സൂ ആണ്. 1960കളിൽ സ്റ്റാർട്ട് ചെയ്തൊരു സൂ ആണ്. വളരെ കാലത്തിന് ശേഷമാണ് ഈ ഒരു സൂവിലേക്ക് വീണ്ടും വരുന്നത്. ഇത് ഇവിടുത്തെ ചീങ്കണ്ണികളാണ്. അങ്ങനെ ചീങ്കണ്ണികളെയൊക്കെ കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ പോയത് വേൾഡ് ഓഫ് റെപ്റ്റൈൽസ്, ഇഴജന്തുക്കളുടെ ലോകത്തിലേക്കാണ്. ഇവിടെ മുഴുവൻ പാമ്പുകളായിരുന്നു. നമ്മളെ ഇന്ത്യയിൽ കണ്ടുവരുന്ന പലതരത്തിലുള്ള പാമ്പുകൾ ഇവിടെ ഉണ്ടായിരുന്നു. പെരുമ്പാമ്പ്, അതുപോലെ തന്നെ രാജവെമ്പാല, മൂർഖൻ, കരിമൂർഖൻ, അണലി, പിന്നെ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന പച്ചിലപ്പാമ്പ്, അങ്ങനെ ഒരു വിധത്തിലുള്ള എല്ലാ തരത്തിലുള്ള പാമ്പുകളും പിന്നെ മറ്റ് പലതരത്തിലുള്ള ഇഴജന്തുക്കളും ഒക്കെ ഉണ്ടായിരുന്നു.
ഓൾമോസ്റ്റ് എല്ലാ കൂട്ടിലും ഇവർ ജീവികളെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് വന്നു കഴിഞ്ഞാൽ കാലിയായിട്ട് കിടക്കുന്നു എന്നുള്ള ഒരു പ്രശ്നം ഇവിടെയില്ല. അതേ കണ്ടില്ലേ, ഇതൊക്കെ പലതരത്തിലുള്ള പാമ്പുകളും ഒക്കെയാണ്. അതിനുശേഷം പിന്നെ ഞങ്ങൾ പോയത് ഈ രാത്രി കാലങ്ങളിലൊക്കെ നടക്കുന്ന ജീവികളെ കാണാൻ വേണ്ടിയിട്ടാണ്. വവ്വാല്, മൂങ്ങ, ഇവിടെ പലതരത്തിലുള്ള മൂങ്ങയും കരിമ്പൂച്ചകളും ഒക്കെ ഉണ്ടായിരുന്നു. ആകെ ഒരു ഹൊറർ എഫക്റ്റായിരുന്നു. ശരിക്കും നമ്മൾ രാത്രി ഒരു കാട്ടിൽ നടക്കുന്ന പ്രതീതി തന്നെയാണ്. ആ ജീവികളെയൊക്കെ കാണുമ്പോൾ നമുക്ക് പേടിയാവും. ആകെ ഒരു ഹൊറർ എഫക്റ്റായിരുന്നു. അങ്ങനെ നൊക്ടേണൽസിൻ്റെ അടുത്തുനിന്ന് പിന്നെ ഞങ്ങൾ പോയത് മീനുകളെ കാണാനാണ്. മീനുകളെ കാണുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് ഞങ്ങൾക്ക് ഈ ഫീഡിങ് റൂം കാണാൻ പറ്റി. അതായത് മുലയൂട്ടുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലം. അതും വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ മീനുകളുടെ അടുത്തെത്തി. പലതരത്തിലുള്ള മീനുകളെ കാണാൻ പറ്റി. ഇത് ഏകദേശം എൻട്രൻസിൻ്റെ അടുത്താണ് ഉള്ളത്. എനിക്ക് തോന്നുന്നു ഇതായിരുന്നു നമ്മൾ ആദ്യം കാണേണ്ടിയിരുന്നത്. പക്ഷെ ഞങ്ങളങ്ങനെ ഓർഡറൊന്നും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. തിങ്കളാഴ്ച ദിവസം നമ്മുടെ സൂ അവധിയാണ്. പക്ഷേ നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ ഏകദേശം എയർപോർട്ടിൻ്റെയൊക്കെ ആ ഒരു ഏരിയയിലായിട്ടാണ് ഈ ഒരു സൂ വരുന്നത്. നമുക്ക് രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്ററാണ്. നാമ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 7 കിലോമീറ്ററും സെക്കൻഡറി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 10 കിലോമീറ്ററാണ് ഈ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് ഉള്ളത്.